അപ്രതീക്ഷിത കറണ്ട് കട്ട് മൂലം അത്യാസന്ന നിലയിലുള്ള രോഗി മരിച്ചതായി പരാതി. വൈദ്യുതി തടസ്സം മൂലം രോഗിക്ക് നൽകിയിരുന്ന ഓക്സിജൻ സംവിധാനം നിലച്ചു. ശ്വാസം കിട്ടാതെ രോഗി മരിച്ചു. പാലക്കാട് കല്ലേക്കാട് സ്വദേശിയും കൃഷ്ണനാണ് മരിച്ചത്. KCB സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ കുറ്റപ്പെടുത്തിയതായി മരുമകൾ. ഡോക്ടറുടെ അടുത്ത് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ രോഗി ഗുരുതരാവസ്ഥയിലായെന്ന് നഴ്സ്. കറണ്ട് കട്ട് മൂലം അത്യാസന്ന നിലയിലുള്ള രോഗി മരിച്ചുവെന്ന പരാതിയാണ് വന്നിരിക്കുന്നത്. വൈദ്യുതി തടസ്സം മൂലം രോഗിക്ക് നൽകിയിരുന്ന ഓക്സിജൻ സംവിധാനം നിലയ്ക്കുകയാണ് ഉണ്ടായത്. ശ്വാസം കിട്ടാതെയാണ് ഇദ്ദേഹം മരിച്ചത് എന്ന വാർത്തയാണ് വരുന്നത്. പാലക്കാട് കല്ലേക്കാട് സ്വദേശി M. കൃഷ്ണനാണ് മരിച്ചത്. KCB സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ കുറ്റപ്പെടുത്തിയെന്ന വിമർശനം ഉയരുന്നു. സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, എപ്പോഴായിരുന്നു സംഭവം? വിശദാംശങ്ങൾ. ഷമി, ഇന്നലെ രാത്രി പാലക്കാട് ടൗൺ കേന്ദ്രീകരിച്ച് പല തവണ കറണ്ട് കട്ടുണ്ടായിരുന്നു. രാത്രി 9 മണിക്ക് പോയി, അതിനുശേഷം പാതിരാത്രി 12 മണിക്ക് പോവുകയും ചെയ്തു. ഇതെല്ലാം അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കറണ്ട് കട്ടായിരുന്നു. അപ്പൊ ഈ പാലക്കാട് നഗരത്തിൽ തന്നെ കളക്ടറേറ്റ് തൊട്ട് പുറകിലാണ് ഇപ്പോൾ മരണപ്പെട്ട കൃഷ്ണന്റെ വീട്. കൃഷ്ണൻ കഴിഞ്ഞ കുറെ 10-12 വർഷമായി തന്നെ ശ്വാസം മുട്ടലിന് ചികിത്സ തേടുന്ന ഒരാളാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി അത് വളരെ സീരിയസ് ആവുകയും അങ്ങനെ ഡോക്ടറിന്റെ ഭാഗമായി ആശുപത്രിയിൽ തന്നെ കിടത്തി ചികിത്സ നടത്തുകയുമായിരുന്നു. പക്ഷേ ഈ അവസാനം അവർക്ക് ചികിത്സ താങ്ങാൻ പറ്റില്ലായിരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും അവസാന ഘട്ടത്തിൽ ഈ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടു കൂടി രോഗിയെ വീട്ടിലേക്ക് മാറ്റി. കഴിഞ്ഞ ഒരാഴ്ചയായി വീട്ടിലാണ് കഴിയുന്നത്. വീട്ടിൽ പാലിയേറ്റീവ് കെയർ നൽകിയ പ്രത്യേകിച്ച് ഓക്സിജൻ മെഷീൻ ഉണ്ട്, അതുകൂടി നൽകിക്കൊണ്ടാണ് അതിന്റെ സഹായത്തോടു കൂടിയാണ് രോഗി ഇപ്പോൾ വീട്ടിൽ കഴിയുന്നത്. ഓക്സിജൻ സിലിണ്ടർ അല്ല, കാരണം സിലിണ്ടറിനാണെങ്കിൽ ഒരു ദിവസം 1500 രൂപ ഒരു സിലിണ്ടറിന് വേണ്ടി വരും. അപ്പൊ ഒരു 3 ദിവസം മാത്രമേ ആ സിലിണ്ടർ നിലനിൽക്കൂ. കാരണം 24 മണിക്കൂർ ഡോക്ടറിന് ഈ ഓക്സിജൻ സിലിണ്ടറിന്റെ സപ്പോർട്ട് ഈ പേഷ്യന്റിന് നൽകണമെന്നാണ് ഡോക്ടർ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് പാലിയേറ്റീവ് കെയർ കുറച്ചുകൂടി വേറൊരു സംവിധാനം, അതായത് ഈ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഓക്സിജൻ മെഷീൻ തന്നെയാണ് നൽകിയത്. അപ്പൊ ആ മെഷീൻ ഒരിക്കൽ പോലും ഓഫ് ആകാൻ പാടില്ല. ഒരാഴ്ചയെ അങ്ങനെ തന്നെ നൽകി വരികയാണ്. പക്ഷെ കറണ്ട് കട്ട് വന്നപ്പോഴേക്കും ഓക്സിജൻ രോഗിയുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വന്നു. അപ്പൊ ഇവർ ഡോക്ടറിനെ ബന്ധപ്പെട്ടു. ഡോക്ടർ പറഞ്ഞത് അവിടെ നിന്ന് മാറ്റാൻ നമുക്കിപ്പോൾ പെട്ടെന്ന് ആശുപത്രിയിലോട്ട് കൊണ്ടുവരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല, അതുപോലും രോഗിക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എത്രയും വേഗം കറണ്ട് നൽകി ആ മെഷീൻ തോർപ്പിച്ചേ മതി. അങ്ങനെ ഒരു KCB ഓഫീസിൽ വിളിച്ചു. ഓഫീസിൽ വിളിച്ചപ്പോൾ പരിഹാസ രൂപേണ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ആ ഫോൺ എടുത്ത ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. സുൽത്താൻപേട്ട KCB ഓഫീസാണ്, നിങ്ങളോട് ആരാ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറഞ്ഞത്, എന്തുകൊണ്ട് നേരത്തെ നിങ്ങൾ ബാറ്ററികൾ വാങ്ങിച്ചു വച്ചില്ല എന്ന രീതി. ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻറ്റിനെ ഡോക്ടറിൻ്റെ സമ്മതത്തോടെ ഫുൾ ടൈം ഓക്സിജൻ വേണമെന്നുള്ള രീതിയിലേക്ക് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. അങ്ങനെ ഓക്സിജൻ കോൺസെൻട്രേഷനാണ് നമ്മൾ വീട്ടിൽ വെച്ചിരുന്നത്. പേഷ്യൻ്റ് COPD എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു. അങ്ങനെ ഇന്നലെ പേഷ്യൻറ്റിന് ഇന്നലെ 7 മണിക്ക് കറണ്ട് പോയി. അത് ഒരുവിധം ടോളറേറ്റ് ചെയ്തു. വീണ്ടും 12 മണി ആകുമ്പോഴത്തേക്കും വീണ്ടും കറണ്ട് പോയി. ആ സമയത്ത് സാച്ചുറേഷൻ ഈ ഓക്സിജൻ കോൺസെൻട്രേഷൻ കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ്. ആ സാധനം പെട്ടെന്ന് തന്നെ ഓഫായി. അതിനുശേഷം പേഷ്യൻറ്റിൻ്റെ സാച്ചുറേഷൻ കുറഞ്ഞ് 36-40 എത്തി. സന്തോഷ് തുടരുകയാണ്. സന്തോഷ്, ഈ വൈദ്യുതി എപ്പോഴാണ് പോകുന്നത് എന്നൊരു അറിയിപ്പുണ്ടെങ്കിൽ മനുഷ്യനൊരു മുൻകരുതലെടുക്കാൻ കഴിയും. എപ്പോഴാണ് കട്ടെന്ന് മുൻകൂട്ടി അറിയിച്ചാൽ സ്വാഭാവികമായും അതിനൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ കഴിയും. ഇത്തരത്തിൽ എപ്പോഴാണ് കറണ്ട് പോകുന്നത് എന്ന് ഒരു അറിയിപ്പ് നൽകാതെയാണ് ഇവർ ഈ പവർ കട്ട് ഏർപ്പെടുത്തുന്നത്. അതുമാത്രവുമല്ല, 1 മണിക്കൂർ 1.5 മണിക്കൂർ വീതം പവർ കട്ട് ഏർപ്പെടുത്തുന്ന സാഹചര്യം ഇപ്പോൾ ഒരു മനുഷ്യജീവൻ തന്നെ അപഹരിച്ചിരിക്കുന്നു. സന്തോഷ്. അത് തന്നെയാണ്. കാരണം ഏതെങ്കിലും തരത്തിലൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ബാറ്ററിയോ അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം കറണ്ടിനായി ഒരുക്കുന്ന രീതിയൊക്കെ മലയാളികളൊക്കെ മറന്നു പോവുകയൊക്കെ ചെയ്തിരുന്നു. കാരണം ഇതൊന്ന് മുന്നോട്ട് പോകുമല്ലോ. പക്ഷെ ഇങ്ങനെ ഉണ്ടാകുന്നത് തികച്ചും അപ്രതീക്ഷിതമാണ്. അപ്പൊ ഒരു കറണ്ട് കട്ടാണെങ്കിൽ അത് സമയമൊക്കെ നേരത്തെ അറിയിച്ച് അതിനനുസരിച്ച് അവർക്ക് രോഗിയെ പ്രശ്നവും ഇല്ലാത്തത് കൊണ്ടാണ് ആശുപത്രി അധികൃതരും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ രോഗിയെ അനുവദിച്ചത് പോലും. അങ്ങനെ കൊണ്ടുപോട്ടെ, വീട്ടിൽ തന്നെ തുടരട്ടെ എന്ന പാലിയേറ്റീവ് കെയർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ആ രോഗി നിത്യം ചികിത്സിക്കുന്ന നേഴ്സാണ്. ഇന്നലെ രാത്രി മുതൽ അവർ ആ വീട്ടിലുണ്ട്. അപ്പൊ ഈ ബന്ധുക്കളുടെ ഒക്കെ വെപ്രാളമൊക്കെ അവർ നേരിട്ട് കാണുകയാണ്. അപ്പൊ നമ്മളോട് സംസാരിക്കുമ്പോൾ അതാ പറഞ്ഞു, അവർ
ആ അച്ഛന്റെ ശ്വാസം കിട്ടാൻ വേണ്ടി അയാൾ ഈ കിടന്ന് ആഞ്ഞു മരിക്കുന്ന കാണുമ്പോൾ ഈ മകളുണ്ട്, മരുമകളുണ്ട്, ഇവർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ. അങ്ങനെ വിഷമത്തോടെയാണ് അവർ KCB ഓഫീസിൽ വിളിക്കുന്നത്. അപ്പോഴാണ് KCB ഓഫീസ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തുകൊണ്ട് നേരത്തെ ബാറ്ററിയോ മറ്റു സംവിധാനങ്ങളോ ഒരുക്കിക്കൂടാ എന്ന രീതിയിൽ കൂട്ടി. അപ്പൊ ഇത് കുറച്ച് സമയത്തേക്ക്, അതായത് ഈ രോഗിയുടെ ഓക്സിജന്റെ ശരീരത്തിലെ അവസ്ഥ 30-ൽ താഴോട്ട് പോയി. അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പം ഒരു 5-10 മിനിറ്റ് ആ മെഷീൻ ഒന്ന് പ്രവർത്തിച്ചാൽ വീണ്ടും കൂടുമായിരുന്നു. അതുകൊണ്ട് അവരവരോട് കെഞ്ചിലാണ് കുറച്ച് സമയമെങ്കിലും ഇതൊന്ന് കണ്ട് തരാൻ പറ്റുമോ, ഒന്ന് ഓണാക്കാൻ പറ്റുമോ എന്ന്. പക്ഷെ അവരൊരു തരത്തിലും അതിന് തയ്യാറായില്ല, പരിഹസിച്ചുകൊണ്ട് തന്നെയായിരുന്നു. പിന്നെ ഒരു 3/4 മണിക്കൂർ വന്നപ്പോഴേക്കും ശരീരം ആവശ്യപ്പെടുന്ന ഓക്സിജനേക്കാൾ അളവ് വളരെ വളരെ കുറഞ്ഞു, 30-ൽ താഴെ എത്തി. പിന്നെ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പതുക്കെ അയാൾ മരണത്തിന് കീഴടങ്ങാൻ, അതായത് മനുഷ്യനിർമ്മിതമായ ഒരു മരണമാണ് നമ്മളിപ്പോ പാലക്കാട് കണ്ടതെന്ന് പറയേണ്ടി വരും.